നമുക്ക് വേറെ കുറച്ച് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറുകളെ പരിചയപ്പെടാം. ഒന്നാമതായി സൂസ്പോർ. സൂസ്പോർ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ആയിട്ട് നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്തതായിട്ടുള്ള മോട്ടൈലായിട്ടുള്ള മൂവ്മെൻ്റ് ഉള്ള ഒരു സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് സൂസ്പോർ. അത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫംഗസിലും സിമ്പിൾ പ്ലാന്റ്സ് പോലുള്ള ആൽഗയിലൊക്കെയാണ് നമുക്ക് ഈ സൂസ്പോറുകളെ കാണാൻ പറ്റുക. അതിനൊരു എക്സാമ്പിളാണ് ക്ലെമൈഡോമോണാസ്. സോ ക്ലെമൈഡോമോണാസ് സൂസ്പോറിന് എക്സാമ്പിളാണ്. അടുത്ത സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് കൊനീഡിയ. കൊനീഡിയ നമുക്ക് കാണാൻ പറ്റുന്നത് പെനിസിലിയത്തിലാണ്. സോ പെനിസിലിയത്തിൻ്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ പേരാണ് കൊനീഡിയ. ക്ലെമൈഡോമോണസിൻ്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ പേരാണ് സൂസ്പോർ. വേറെ നമ്മൾ നേരത്തെ പഠിച്ചു ബഡ്ഡിങ് ഇൻ ഈസ്റ്റ്. ഈ ഈസ്റ്റിൽ മാത്രമല്ല നമുക്ക് ബഡ് കാണാൻ പറ്റുക, ഹൈഡ്രയിലും അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറിൻ്റെ പേര് ബഡ്ഡിങ് ആണ്. അതും എക്സോജീനസ് തന്നെയാണ് ഹൈഡ്രയിലും കാണുന്ന ബഡ്ഡിങ്. ലാസ്റ്റ് വൺ ജെമ്മ്യൂൾ. ജെമ്മ്യൂൾ എന്ന് പറയുന്നത് ഒരു സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അത് നമുക്ക് കാണാൻ പറ്റുന്നത് സ്പോഞ്ചസിലാണ്. ഇത് നമുക്ക് ഇൻറ്റേർണലി ആണ് ഈ ജെമ്മ്യൂൾസ് കാണാൻ പറ്റുക. സോ ഇത്രയൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ്.